നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മനോഹരമായിട്ടുള്ള റാണിപുരം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തീർത്തും മാലിന്യ നിരോധിത മേഖലയാണ്. അതായത് നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഒരു സംഭവങ്ങളും ഇവിടത്തോട്ട് കയറ്റിവിടുന്നതല്ല കേട്ടോ. ഈ ഒരു സ്പോട്ടിലോട്ട് നമുക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് ഫീസ് 50 രൂപയാണ്. കാർ പാർക്കിംഗ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് 2 വീലർ പാർക്കിംഗ് ഉണ്ട്. ലേഡീസ് ആൻഡ് ജെൻസ് ബാത്റൂം അടക്കം എല്ലാ സംവിധാനങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കും. എൻട്രൻസിനോട് അടുത്ത് തന്നെ ചെറിയ ചെറിയ കടകളും അതുപോലെ തന്നെ ചായക്കടകളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ വാങ്ങുന്ന പല സാധനങ്ങളും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞതാണെങ്കിൽ അത് അവർ തന്നെ നിങ്ങൾക്ക് മാറ്റി കവറിൽ പൊതിഞ്ഞു തരും. അത്ര പോലും പ്ലാസ്റ്റിക് കയറ്റി വിടില്ല എന്നുള്ളൊരു കർശന നിയമമാണ് ഈ ഒരു മലയിൽ കണ്ടെടുത്തോളം എനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളും ഇതുപോലെ നമ്മൾ ഈ കയറിപ്പോകുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള പല സ്ഥലങ്ങളും നാശമാക്കുന്നത് നമ്മളെപ്പോലുള്ള വിസിറ്റേഴ്സ് തന്നെയാണ്. നിങ്ങളൊന്ന് നോക്കൂ, എത്ര പച്ചപ്പാണല്ലേ ചുറ്റിലും നോക്കുമ്പോൾ തന്നെ നല്ല കുളിരാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇതിൻ്റെ നടുവിലൂടെ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മളെപ്പോലുള്ള ഓരോ മനുഷ്യന്മാർ തന്നെയാണ് മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ, നമ്മൾ കുടിക്കാനായിട്ട് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും കൗണ്ടറിൽ നമ്മൾ കാണിക്കണം. നമ്മൾ കയറുന്ന സമയത്ത് എത്ര ബോട്ടിലുണ്ട് എന്നവർ ചോദിക്കും. അപ്പോൾ ആ ഒരു ബോട്ടിൽ എത്ര ബോട്ടിലുണ്ടോ, 2 ബോട്ടിലാണെങ്കിൽ 2 ബോട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു മലയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴും നമ്മൾ ആ കൗണ്ടറിൽ കാണിക്കണം. നമുക്കിപ്പോൾ ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ ഫീസ് വരുന്നത്. അതുകൂടാതെ എക്സ്ട്രാ ഒരു 100 രൂപ നമ്മൾ അവിടെ കൊടുക്കണം. ഈ ഒരു പൈസ അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് തരുന്നതാണ്. നമ്മുടെ പാർക്കിങ്ങിൻ്റെയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ചെറിയ പൈസ എടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പൈസയിൽ നിന്ന് ബാലൻസ് പൈസ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ അവർ തരുന്നതാണ്. നമ്മൾ ഈ ഒരു മലയിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ഒരു നിശ്ചിത സമയമൊക്കെ ഉണ്ട്. ഉച്ചവരെയൊക്കെ ഇവിടെ കയറാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. നമ്മളിപ്പോൾ കയറിയെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു മലയിൽ നിന്ന് ഏതാണ്ട് ഒരു 4:30 മണി, ഒരു 4 മണിയോട് കൂടി തന്നെ നമ്മൾ മലയിൽ നിന്ന് തിരിച്ചിറങ്ങണം. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് വെനമസ് ആയിട്ടുള്ള സ്നേക്കുകളും മറ്റ് അപകടങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമാണ്. കാരണം ഫോറസ്റ്റാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഇരുട്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇറങ്ങിയിരിക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല, കയറിപ്പോകുന്ന നമ്മളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള വിസിറ്റേഴ്സിൻ്റെ സംരക്ഷണത്തിന്, ജീവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. ഇവിടത്തോട്ട് കയറാനായിട്ട് വരുന്ന ആൾക്കാർ മോർണിംഗിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിവിടെ കയറാൻ വരുന്ന സമയത്ത്, നമ്മൾ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ മടങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വിസിറ്റേഴ്സ്. ഇപ്പം കണ്ണൂരിൽ നിന്ന് തന്നെ നമ്മൾ ഏതാണ്ട് 108 കിലോമീറ്ററോളം ട്രാവൽ ചെയ്താണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലോട്ട് നമ്മൾ എത്തിയത്. നിങ്ങൾ ചിലപ്പോൾ അതിനേക്കാളും ദൂരെ നിന്ന് വരുന്ന ആളായിരിക്കാം, ഒരുപാട് കിലോമീറ്റർ താണ്ടി ഫാമിലി ആയിട്ട് വരുന്ന ആളായിരിക്കാം. അപ്പം നിങ്ങൾ അത്രയും ദൂരം നിങ്ങൾ താണ്ടി വന്ന് ഈ ഒരു സ്പോട്ടിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ അത് ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്പോട്ടിലോട്ട് മോർണിംഗിൽ എത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. കാരണം ഏതാണ്ട് ഉച്ചവരെയൊക്കെ ഇവിടത്തോട്ട് നമുക്ക് മുകളിലോട്ട് പ്രവേശനമുള്ളൂ. ഉച്ചവരെയൊക്കെ ഉള്ളൂ. ഇരുട്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ വേഗം പെട്ടെന്ന് തിരിച്ചിറങ്ങണം. ഏതാണ്ട് ഒരു 4 മണിയോട് കൂടി തന്നെ തിരിച്ചിറങ്ങണം എന്നുള്ളൊരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ മോർണിംഗിൽ എല്ലാവരും എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട്, മരത്തിൻ്റെ വേരുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നല്ല രീതിക്കുള്ള ഓക്സിജൻ നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. പ്രകൃതിയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മരങ്ങളൊക്കെ മുറിച്ച് നമ്മൾ ഭവനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇതുപോലെ മരങ്ങളുള്ള ഫോറസ്റ്റുകളൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ വലിയൊരു ക്രെഡിറ്റ് ഇവർക്ക് കൊടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ ഓരോ മരങ്ങളിലും മരത്തിൻ്റേതായിട്ടുള്ള പേരൊക്കെ അവർ പ്രത്യേകം ബോർഡ് വെച്ച്, നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാം ഇന്ന മരമാണ്. പ്രത്യേകം കാര്യമൊന്നും നമുക്കില്ല എങ്കിലും നമുക്ക് അറിയാൻ പറ്റും ഏത് മരമാണ് അല്ലെങ്കിൽ ഏതൊക്കെ മരം ആണ് ഇവിടെ ഉള്ളതെന്ന്. ചില മരങ്ങളുടെയൊക്കെ പേര് അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള വഴികളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന ആളായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആളായിരിക്കാം. പക്ഷേ നമ്മുടെ പരിസരം, നമ്മൾ കാല് വെക്കുന്ന പരിസരവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പാറക്കെട്ടുകളാണല്ലേ, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല പാറക്കെട്ടുകളാണ്. നമ്മുടെ കാലൊന്ന് സ്കിഡായിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, നമ്മൾ താഴെ കിടക്കും, നല്ല രീതിക്കുള്ള പരിക്കും പറ്റും. മുകളിലോട്ട് പോകും തോറും നമുക്ക് റിസ്ക് കൂടി വരും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വീഡിയോ എടുത്തോളൂ, ഫോട്ടോ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ സേഫ്റ്റിയാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം. ആ കാര്യം നിങ്ങൾ മറക്കാണ്ട് കീപ്പ് ചെയ്യുക.
നമ്മൾ വന്ന ഈ ഒരു ദിവസം നല്ല രീതിക്കുള്ള മഴ പിടിച്ചൊരു ദിവസമാണ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ മഴ ഒരു സാധാരണയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ വരുന്ന സമയത്ത് കുടയോ മറ്റോ നിങ്ങൾ കയ്യിൽ കരുതുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനായിട്ട് മറ്റ് സ്ഥലങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് നിങ്ങൾ നനഞ്ഞ് വേണം നിൽക്കാൻ. നമ്മൾ കംപ്ലീറ്റ് നനഞ്ഞ് നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. അതാണ് കൃത്യമായി പറയുന്നത്. നല്ല കുളിരാണ് കേട്ടോ. ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ റാണിപുരം എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ സമയം ഏതാണ്ട് ഒരു 3:30 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങി നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. ഏതാണ്ട് ഇവിടുന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഷുവറായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കണം. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ടിലോട്ട് വരുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരുപാട് കിലോമീറ്റർ ട്രാവൽ ചെയ്തുകൊണ്ട് വണ്ടിയുടെ പെട്രോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് ലീവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു സ്പോട്ടിലോട്ട് എത്തിച്ചേരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ രാവിലെ വരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വൈകിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവർ ഈ ഒരു സ്പോട്ടിലോട്ട് കയറ്റി വിടുന്നതല്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം മസ്റ്റായിട്ട് ഓർമ്മിച്ച് വെച്ച് രാവിലെ നേരത്തെ വരാൻ പറ്റുമെങ്കിൽ ഒരു 12 മണി വരെയൊക്കെ മാക്സിമം ടൈമുണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ വരാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും.